ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവമേ, നവീന് സംശയമൊന്നും തോന്നാതിരുന്നാ മതിയായിരുന്നു. ഇന്നലെ തന്നെ ഗാഥയെ അവിടെ എത്തിക്കാമെന്നുള്ള എന്റെ കരാറ് പാലിക്കാനായിട്ട് എനിക്കായില്ല. സോറി. ഇപ്പൊ നിനക്ക് പോവാം. മാഡം, ഇന്ന് നവീൻ ഇവിടെയല്ലേ? നവീനും ഗാഥയും ഇന്നു മുതൽ ജീവിച്ചു തുടങ്ങട്ടെ എന്നാ എന്റെ തീരുമാനം. ഒരുപാട് നന്ദിയുണ്ട് മാഡം. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോവാലോ? പൊയ്ക്കോളൂ. പോകുമ്പോ ഇവിടെ നടന്നതെല്ലാം ഒരു ദുസ്വപ്നം പോലെ നീ അങ്ങ് മറന്നേക്കണം. ജീവിതത്തിൽ ഒരിക്കലും കളരിക്കൽ കുടുംബത്തിലുള്ള ഒരാളുടെയും മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല. അങ്ങനെ നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുകയും എന്റെ മകളുടെ ജീവിതത്തിന് ഒരു ബാധ്യതയായി തീരുകയും ചെയ്ത അതൊരിക്കലും ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അത് പ്രതീക്ഷിക്കരുത്. ഇല്ല മാഡം, എന്റെ അമ്മയുടെ അസുഖം മാറിയ അമ്മയുമായി ഞങ്ങളുടെ നാട്ടിലേക്ക് പോവും. പിന്നീട് ഒരിക്കലും മാഡത്തിനെയോ മാഡത്തിന്റെ മകളെയോ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. സത്യം. ചില നേരങ്ങളിൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ടുണ്ട്. ചിലപ്പോ ആ പെരുമാറ്റം വളരെ ക്രൂരവുമായിട്ടുണ്ട്. അത് എന്റെ മകളെക്കുറിച്ചുള്ള ആദി കൊണ്ട് മാത്രം. അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പുറത്തേക്കു. അമ്മമാരുടെ മനസ്സിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും മാഡം. എന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഞാനത് കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് എനിക്ക് ഒരു പരാതിയുമില്ല. കുറച്ചെങ്കിലും മാഡത്തിന് എന്നെ മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്ന. അർഹതയില്ലാത്തതൊന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അർഹതയില്ലാത്തതൊന്നും എന്റെ മനസ്സിലുമില്ല. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇതുവരെ ഉള്ളതൊന്നും എന്റെ കൂടെ ഉണ്ടാവില്ല. സത്യം. ശരി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്കെന്നെ വിളിക്കാം. എന്റെ ജീവിതത്തിൽ നീ ചെയ്ത ഉപകാരം ചെറുതല്ല. ഇനി ഒന്നും വേണ്ട. ഞാൻ മാഡത്തിന്റെ കാലൊന്ന് തൊട്ടോട്ടെ. അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് മാപ്പ് തരണം. ഞാൻ ഇറങ്ങാൻ വേണം.
ഗാഥാ മാഡം. എന്തായാലും കൃഷ്ണയ്ക്കും ഗാഥാ മാഡത്തിനും ഒരുപോലുള്ള സാരി വേണമെന്ന് സീതാരാമൻ പറഞ്ഞത് നന്നായി. ദാ, ഈ ജ്യൂസ് നവീനുള്ളതാ. മാഡം കൊണ്ടുപോയി കൊടുക്ക്. അവള് പോയോ? പോയി. ഇനിയൊരിക്കലും കൃഷ്ണയെക്കുറിച്ചൊരു പേടി മാഡത്തിന് വേണ്ടി വരില്ല. ഗുഡ്. ഞാൻ കരുതി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇന്നത്തെ ദിവസവും അവളിവിടെ തുടരുന്ന. ആ കുട്ടിയെ മാഡത്തിന് ശരിക്കും മനസ്സിലാവാത്തോണ്ടാ. അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പൊക്കോളൂന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. അതിന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. ഓ, എനിക്കിതൊന്നും കേക്കണ്ട. നവീൻ എവിടെയുള്ളത്? നവീൻ ഹാളിലുണ്ട്. പിന്നെ കുറെ നാള് നവീന്റെ അടുത്ത് നിൽക്കാൻ പറ്റാതിരുന്നല്ലോ. നവീനോട് സംസാരിക്കാൻ പറ്റാതിരുന്നില്ലേ? ഇനി പഴയതുപോലെ നവീന് പ്രണയിച്ചു തുടങ്ങിക്കോളൂ. മാഡം, ഇനി എന്താ? ഇവിടെ വരുന്നത് വരെ നവീന്റെ കൂടെ കൃഷ്ണയായിരുന്നു. കൃഷ്ണ ചുറ്റിയതുപോലുള്ള അതേ സാരി മാത്രമേ ഗാഥാ മാഡം ചുറ്റിയിട്ടുള്ളൂ. പക്ഷേ നവീനോട് പെരുമാറുമ്പോ സൂക്ഷിക്കണം. അത് മാഡത്തിന് ഓർമ്മ വേണം. ഉപദേശത്തിനെ നന്ദി. പിന്നെ ഈ പ്രശ്നങ്ങൾക്കിടയ്ക്കും ആഭരണങ്ങൾ എടുക്കാനും ഡ്രസ് എടുക്കാനും പോയപ്പോ ഞാൻ തന്നെയാണല്ലോ നവീന്റെ കൂടെ പോയത്. എന്നിട്ട് അന്നാർക്കും ഒരു കുഴപ്പം തോന്നിയില്ലല്ലോ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ദൈവമേ, നവീന് സംശയമൊന്നും തോന്നാതിരുന്നാ മതിയായിരുന്നു. നവീൻ,